തായ്ലൻഡിലേക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ട് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പോകുന്നതെങ്കിൽ 2 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ആക്ച്വൽ ഫ്ലൈറ്റ് ഫെയർ ആപ്ലിക്കബിൾ ആണ്. പലപ്പോഴും കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവരെ മടിയിൽ വെക്കാം, ടിക്കറ്റ് വേണ്ട എന്നൊക്കെ നമ്മൾ കരുതുമെങ്കിലും നമ്മുടെ ബഡ്ജറ്റിന്റെ താളം തെറ്റിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ഫെയർ കടന്നു വരും. അതുകൊണ്ട് നമ്മുടെ യാത്രയിൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഫ്ലൈറ്റിന്റെ ഫെയർ നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യേണ്ടതാണ്. പലരും അവസാന നിമിഷമാണ് കുട്ടികൾക്കുള്ള പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത്. കുട്ടികളുടെ ആധാർ കാർഡും പാസ്പോർട്ടും ഒക്കെ സമയബന്ധിതമായി തന്നെ എടുത്തു വെക്കുന്നത് വളരെ ഉപകരിക്കും. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള പേര് തന്നെ ആയിരിക്കണം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, എന്റെ ആധാർ കാർഡിലെ പേര് അഞ്ജലി CA എന്നാണ്. എന്നാൽ പാസ്പോർട്ടിലെ പേര് അഞ്ജലി ചെറുപുരയ്ക്കൽ അനിൽ എന്നാണ്. അപ്പൊ പാസ്പോർട്ടിലെ അതേ പേര് വെച്ച് വേണം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഇനി ചിലർക്കെങ്കിലും തോന്നാം, കുട്ടിയെയും കൊണ്ടാണോ തായ്ലൻഡിൽ പോകുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണോ തായ്ലൻഡിൽ പോകുന്നത് എന്നൊക്കെ. തായ്ലൻഡിലേക്ക് എങ്ങനെയും പോവാം. സോളോ ആവാം, ഫ്രണ്ട്സായും ഫാമിലിയായും കപ്പിളായും പോകാം. എല്ലാത്തിനും ഓരോ വൈബാണ്. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത് സെക്സ് ടൂറിസത്തിന്റെ നാട് എന്നാണ്. പക്ഷെ അത് മാത്രമല്ല തായ്ലൻഡ്. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോകുന്ന രാജ്യത്ത്, അതായത് തായ്ലൻഡിൽ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കേണ്ടതായുണ്ട്. പരിവാഹൻ സൈറ്റിൽ ഓൺലൈനായി ഫീസ് അടച്ചുകൊണ്ട് നാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നേടാവുന്നതാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് ഏകദേശം 15 ദിവസത്തെ കാലതാമസം ഉണ്ടാവും. ആയതിനാൽ നേരത്തെ തന്നെ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുന്നതിന് ശ്രദ്ധിക്കൂ. ഫോണിൽ പരിവാഹൻ സൈറ്റിൽ ഇത്തരത്തിൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പൂർണ്ണമായ ഓപ്ഷനുകൾ കാണാതെ ഭാഗികമായി അപ്ലൈ ആവാനുള്ള സാധ്യതയുണ്ട്. പൈസ അടയ്ക്കുന്ന പോർട്ടലും മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൈസ അടച്ച് കൃത്യമായ ഡാറ്റാസ് ഫിൽ ചെയ്താൽ മാത്രമേ പരിവാഹൻ സൈറ്റിലൂടെ IDP പ്രോസസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റെന്റ് കാറും ബൈക്കും തായ്ലൻഡിൽ ലഭ്യമാണ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ബോൾട്ട് അല്ലെങ്കിൽ ഗ്രാബ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂബർ യൂസ് ചെയ്യുന്നത് പോലെ തായ്ലൻഡിലുള്ള ആപ്പുകളാണ് ബോൾട്ട് ആൻഡ് ഗ്രാബ്. ഞങ്ങൾക്ക് ബോൾട്ട് ആണ് കൂടുതൽ എക്കണോമിക് ആയി തോന്നിയത്. ഈ ആപ്പുകൾ വഴി സൊമാറ്റോ, സ്വിഗ്ഗി പോലെ ഫുഡും ഓർഡർ ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഒതന്റിക് തായ് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവും. ചിലർക്ക് ആ ടേസ്റ്റ്, ഓയിൽ ഒന്നും പറ്റില്ല. ചിലർക്ക് ഹലാൽ ഫുഡ് വേണ്ടിവരും. ഇനി മറ്റു ചിലർക്ക് വെജിറ്റേറിയൻ ഫുഡും വേണ്ടിവരും. ഇതൊക്കെ നിങ്ങൾക്ക് ബോൾട്ട് ആപ്പിൽ ഡെലിവറി ലഭിക്കുന്നതാണ്. ഹാപ്പി കൗ എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് തായ്ലൻഡിൽ മാത്രമല്ല, ഏത് രാജ്യത്തും ഇത് പോസിബിൾ ആണ്. കേരളത്തിലെ പോലെ തന്നെ തായ്ലൻഡ് ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശമാണ്. ആയതിനാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ ആരംഭിക്കുന്നതിനാൽ ഈ സമയത്ത് യാത്ര പ്ലാൻ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ അഥവാ സൗജന്യമാക്കുന്ന കാലയളവുകൾ തായ്ലൻഡിൽ ഉണ്ടാകാറുണ്ട്. ഒരു തായ് വിസയ്ക്ക് ഏകദേശം 5000 ഇന്ത്യൻ രൂപയാണ് ചെലവാകുന്നത്. ആയതിനാൽ വിസ സൗജന്യമായ സമയങ്ങളിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് പോക്കറ്റ് കീറാതിരിക്കാൻ എളുപ്പമാകുന്നു. 3-4 ദിവസത്തെ യാത്രയാണെങ്കിൽ പോലും തായ്ലൻഡിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സിം എടുക്കുന്നതാണ് ഉചിതം. കോൾ ചെയ്യേണ്ട എന്ന് വെച്ചാൽ പോലും ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ, GPS ഉപയോഗിക്കാതെ യാത്ര ദുഷ്കരമായിരിക്കും. ആയതിനാൽ ഒരു സിം എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇന്ത്യയിൽ വെച്ച് തന്നെ ക്ലൂക്ക് എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് സിം എടുക്കാവുന്നതാണ്. പൈസ അടച്ച് എയർപോർട്ട് അറൈവലിൽ പുറത്തേക്ക് ഇറങ്ങുന്നിടത്തുള്ള സിം ഓപ്പറേറ്ററുടെ ക്യാബിനിൽ വെച്ച് നിങ്ങളുടെ ബുക്കിങ്ങും മറ്റും കാണിച്ചാൽ സിം ലഭിക്കുന്നതാണ്. ഉടനടി തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉടൻ തന്നെ ആക്ടിവേറ്റ് ആവുന്നതാണ്. AIS, DTAC എന്നിവയാണ് പ്രധാന നെറ്റ്വർക്കുകൾ. ഞങ്ങൾ ഉപയോഗിച്ചത് DTAC ആണ്. ഇറ്റ് വാസ് സൂപ്പർ കൂൾ. തായ്ലൻഡിൽ എത്തുന്ന ഏതൊരു വിദേശിയും ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യേണ്ടതാണ്. യാത്രയുടെ 3 ദിവസം മുൻപാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. കൃത്യമായി ഫിൽ ചെയ്ത ഡിജിറ്റൽ അറൈവൽ കാർഡ് ഇല്ലാത്ത പക്ഷം യാത്രക്കാരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കേരളത്തിൽ നിന്ന് എയർ ഏഷ്യ ഫ്ലൈറ്റുകളാണ് മിക്കവാറും തായ്ലൻഡിലേക്കുള്ളത്. ഇവയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലഗേജുമായി ബന്ധപ്പെട്ടതാണ്. ബാഗേജ് ഫ്ലൈറ്റിന്റെ നോർമൽ ഫെയറിന്റെ ചാർജുകളിൽ ഉൾപ്പെട്ടിട്ടില്ല. 7 കിലോ വരുന്ന ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഫെയറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വൺ സൈഡിലേക്ക് 20 കിലോഗ്രാം വരുന്ന ബാഗേജിന് 3600 രൂപ അഡീഷണൽ വരും. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നിങ്ങളുടെ യാത്രാ കംഫർട്ട്, എക്കണോമി ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഫെയർ പ്ലാൻ ചെയ്യാവുന്നതാണ്. ടു ആൻഡ് ഫ്രോ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം 7200ഓളം രൂപ ഇത്തരത്തിൽ ചെലവഴിക്കേണ്ടതായി വരും. ഞങ്ങൾക്ക് ചെറിയ 3 വയസ്സായ മോൾ ഉൾപ്പെടെ 3 പേരാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ 7 കിലോ വെച്ച് 3 ഹാൻഡ് ബാഗേജ് അലൗഡ് ആയിരുന്നു. 21 കിലോഗ്രാം ഞങ്ങൾക്ക് ധാരാളമായി തോന്നിയതിനാൽ അഡീഷണൽ ബാഗേജ് എടുത്തിരുന്നില്ല. നിങ്ങൾക്ക് ബാഗേജ് ആവശ്യമായി വരും എന്ന് തോന്നിയാൽ മാത്രം അത് പർച്ചേസ് ചെയ്യുക.
ഓർക്കുക, ഹാൻഡ് ബാഗിൽ സ്പ്രേ, ഓയിലുകൾ, ജെൽ തുടങ്ങിയതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്യാവശ്യം വേണ്ട ക്രീമുകളൊക്കെ ചെറിയ ചെറിയ 100 ml താഴെ വരുന്ന ബോട്ടിലുകളിൽ ലേബിൾ ചെയ്ത് സൂക്ഷിച്ചാൽ അത് അനുവദിക്കപ്പെടുകയും ചെയ്യും. ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 7200 രൂപയോളം ലാഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ബാഗേജ് വേണോ വേണ്ടേ എന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഏത് ചെലവ് കുറച്ച യാത്രയാണെങ്കിലും സ്ട്രീറ്റിലോ ഷോപ്പുകളിലോ ഒക്കെ ആ പ്രദേശത്തെ തനതായ വസ്ത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ വാങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജിന്റെ എമൗണ്ട് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ നടത്തുന്ന ഷോപ്പിംഗിന്റെ ഐറ്റംസ് കൂടി വെക്കാനുള്ള സ്ഥലം നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഷോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ ലഗേജിൽ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ബാഗേജ് പ്ലാൻ ചെയ്യുക. നമ്മൾ ഏത് രാജ്യത്തേക്കാണോ യാത്ര ചെയ്യുന്നത് അവിടുത്തെ കറൻസി അത്യാവശ്യം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ കയ്യിൽ ഏകദേശം 20,000 ബാതെങ്കിലും കയ്യിൽ കരുതണമെന്നാണ് നിയമം. ചെക്കിംഗ് ഒന്നും സാധാരണ നടക്കാറില്ല. എന്നിരുന്നാലും പൈസ കയ്യിൽ കരുതുന്നതാണ് ഉചിതം. എയർപോർട്ടിലോ മറ്റു രാജ്യങ്ങളിലോ പോയി കറൻസി കൺവേർഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന മൂല്യം കുറവാവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല റേറ്റ് നൽകുന്ന കറൻസി എക്സ്ചേഞ്ച് വഴി രൂപയിൽ നിന്ന് തായ് ബാത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. മിക്കവാറും കൊച്ചിയിൽ നിന്നായിരിക്കും നമ്മുടെ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ഫ്ലൈറ്റുകൾ. കൊച്ചിയിൽ താമസമല്ലാത്ത ഒരാളാണെങ്കിൽ, ഉദാഹരണത്തിന് ഞങ്ങൾ കോഴിക്കോടാണ്, നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് രാത്രി ഏകദേശം 11:30-ക്കാണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ എടുത്ത് നമ്മൾ വൈകിട്ടോടെ കൊച്ചിയിൽ എത്തുകയും ഒന്ന് കറങ്ങുകയും ചെയ്തു. ഈ കറക്കം ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ടയേർഡാക്കി. പ്രത്യേകിച്ച് ജെറ്റ് ലാഗ് ഒക്കെ വരുന്ന ഒരു രാജ്യം, രാത്രിയിലെ യാത്ര, മോളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്ന സമയത്ത് യാത്ര ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടാക്കി. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയി ഫ്ലൈറ്റിലേക്ക് കയറുന്ന രീതിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കേരളം പോലെയുള്ള നമ്മുടെ സ്റ്റേറ്റിന് തികച്ചും മാതൃകയാക്കാവുന്ന ഒരു പ്രദേശമാണ് തായ്ലൻഡ്. അവരുടെ റിസോഴ്സസ് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, പല ഫ്രൂട്ട്സും പ്രോസസ് ചെയ്ത് വാല്യൂ അഡീഷൻ നടത്തിയാണ് അവർ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല റിട്ടേൺസ് ലഭിക്കുന്നു. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയവും നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും കൂടി മാച്ച് ആക്കിക്കൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ 4 ദിവസങ്ങളും പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആഡ് കാണും, ഇത്ര രൂപയ്ക്ക് തായ്ലൻഡ് യാത്ര എന്നൊക്കെ പറഞ്ഞ്. കുറഞ്ഞ പൈസ കണ്ട് അട്രാക്റ്റഡ് ആയി ഒന്ന് പോയേക്കാം എന്നുള്ള രീതിയിൽ അവരുടെ പാക്കേജ് എടുക്കുന്നവരുണ്ടാവും. അവരെവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടെ പോയി വരുന്നൊരു യാന്ത്രികമായ പ്രോസസ്സ് മാത്രമായിരിക്കും പിന്നീട് നമ്മൾക്ക് ഉണ്ടാവുക. നമ്മുടെ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എവിടേക്കാണ് നമ്മൾക്ക് പോകാൻ താല്പര്യം എന്ന് കണ്ടെത്തി ആ പ്രദേശങ്ങളുടെ പാക്കേജിൽ ഒന്നുകിൽ ഓപ്പറേറ്റർ വഴി മാച്ച് ആവുകയോ അല്ലെങ്കിൽ സ്വയം പ്ലാൻ ചെയ്യുകയോ ചെയ്ത യാത്രയാണ് ഏറ്റവും നല്ലത്. ഫാമിലിയുമായി യാത്ര ചെയ്യാണെങ്കിൽ മാത്രം 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടൽ എടുക്കുക. അല്ലാതെ ബാച്ചിലർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൃത്തിയുള്ള ഒരു മുറി മതിയാവും. അതിനായി അധികം തുക ചിലവാക്കേണ്ടതില്ല. കുറച്ച് സമയമേ ഉള്ളുവെങ്കിൽ ബാങ്കോക്കും ഫുക്കറ്റും പട്ടായും ക്രാബിയും ഒക്കെ കവർ ചെയ്യാൻ നോക്കാതെ ഒരു പ്രൊവിൻസ് മാത്രം കവർ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെറും യാത്രയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നൈറ്റ് ലൈഫ് തായ്ലൻഡിൽ പൊളിയാണെങ്കിലും പല ക്ഷേത്രങ്ങളും ആർക്കൈവ്സും മ്യൂസിയവും ഒക്കെ വൈകിട്ട് 5 മണിയോടെ അടയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വളരെ മാന്യമായി പെരുമാറുന്നവരാണ് തായ്ലൻഡുകാർ. പ്രത്യേകിച്ച് വിദേശികളൊക്കെ ഇത്തരത്തിൽ യാത്രയിൽ മാന്യത പുലർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് ടാക്സിക്കാരൊക്കെ ബാക്കി തരാനുള്ള ഒരു തായ് ബാത്ത് പോലും പറ്റിച്ചു പോകാൻ ശ്രമിക്കുന്നില്ല. ചേഞ്ച് ഇല്ലെങ്കിൽ അവർ തന്നെ പോയി ചേഞ്ച് ആക്കി വരുന്നതും മാതൃകാപരമായി തോന്നി. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കണ്ട നിരവധി വീഡിയോകളിൽ തായ്ലൻഡിലെ തട്ടിപ്പുകൾ എന്നൊക്കെ പേരിൽ നിരവധി വീഡിയോകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ടെൻഷനോടെയാണ് യാത്ര പോയതെങ്കിലും മനസ്സ് നിറഞ്ഞാണ് തിരിച്ചു വന്നത്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.